ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എപ്പോൾ ഉള്ള പോലെ തന്നെ ഇന്ന് രാവിലെ നല്ല മഴയാണ്. വാതിൽ തുറക്കുമ്പം തന്നെ നല്ല പെരും മഴയാണ്. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണെന്ന് അറിയാം, എന്നാലും ചില സമയത്ത് നമുക്ക് വെയിൽ കിട്ടലുണ്ട്. അപ്പോൾ നമ്മൾ രാവിലത്തെ ആ ഒരു വീഡിയോ നമ്മളെ മഴയുള്ള അതുമാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ പിള്ളേർ സ്കൂളിൽ പോകുന്ന തിരക്കെല്ലായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരെ സ്കൂളിലെല്ലാം വിട്ട് കഴിഞ്ഞ് ചായ കുടിയെല്ലാം കഴിഞ്ഞ് എനിക്കിന്ന് മീൻ കിട്ടിയിട്ടുണ്ട്. ഇന്ന് നല്ലൊരു വെറൈറ്റി മീനാണെന്നല്ലേ കാണുന്നത്. എപ്പോൾ നമ്മൾ കൊഞ്ചനും നത്തലും അയില മത്തി ഇതെല്ലാം കണ്ട് ഇപ്പം എനിക്ക് ഇന്നൊരു വെറൈറ്റി മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് നമ്മളോട് മീൻകാരൻ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. ആ പേര് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അടി ഫ്ലൈറ്റ് കയറി വരും. അതുകൊണ്ട് ആ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ പിന്നെ അത് മനസ്സിലായത് അത് നമ്മളെ മീൻകാരൻ പറ്റിച്ചതാണെന്ന്. ആ പേര് അങ്ങനെ ഒരു പേരേ ഇല്ല. ഈ മീനിന് നിങ്ങളെന്താ പറയുന്ന പേര് എന്നുള്ളതൊന്ന് നമ്മൾക്കൊന്ന് കമൻറ്റ് ഇടണേ. എനിക്ക് ഇതിൻ്റെ പേരറിയില്ല, പക്ഷെ നല്ല മീനേനെ. അപ്പോൾ ഇത് പോയിട്ട് നന്നായിട്ട് കഴുകി മുറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് മുളകിട്ടാലേ ടേസ്റ്റ് ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അരച്ചു വെച്ചാൽ അത്ര ടേസ്റ്റ് ഇല്ല പോലും, മുളകിട്ടാലേ രസമുള്ളൂ എന്ന് പറഞ്ഞാൽ നല്ല ഇറച്ചിയും ഉണ്ട് കേട്ടോ. കാണുമ്പോൾ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. മോശമില്ലാന്ന് തോന്നുന്നു. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ മീൻ വാങ്ങാൻ പോയേരം മീൻകാരൻ നമ്മളോട് പറഞ്ഞ പേരാണിത്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഇത് പറയാമെന്നെല്ലാം പറഞ്ഞിട്ട് വീഡിയോയിൽ എഡിറ്റ് ചെയ്യാനായാലും ഓൾ എന്നോട് വിളിച്ചിട്ട് പറയുന്നത്, നീ ദൈവത്തെ ഓർത്ത് ചാനലിലൊന്നും ആ പേര് പറഞ്ഞേക്കല്ലേ, നിനക്ക് അടി ഫ്ലൈറ്റ് കയറി വരും. അതൊന്നും അല്ല അതിൻ്റെ പേര്, അത് അയാൾ നമ്മളെ പറ്റിച്ചത്, നമുക്ക് നാളെ അയാൾക്ക് കൊടുക്കാമെന്നെല്ലാം പറഞ്ഞ് അങ്ങനെ. അതുകൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല. നമ്മൾ പറ്റിക്കപ്പെട്ടു ഗൈസ്. അപ്പോൾ എല്ലാം മീനെല്ലാം മുറിച്ച് കഴുകി വൃത്തിയാക്കി മുളകും മഞ്ഞളും ഉപ്പും എല്ലാം പെരക്കിയാടെ വെക്കുന്നതാണ്. ഇതും മുളകിട്ടിട്ടാണ് വെക്കുന്നത്. പിന്നെ അതിൻ്റെ അന്നൊരു 3-4 മീൻ ഞാനിങ്ങ് പൊരിക്കാനെടുത്ത്. കുറേ ആയി മീൻ പൊരിക്കലില്ല. അപ്പോൾ പൊരിക്കാമെന്ന് വിചാരിച്ച് അതിൽ വേറെ തന്നെയാണ് ഒരുമിച്ച് ഉപ്പ് പെരക്കിയില്ല. കാരണം കറി വെക്കുന്നതിൽ കുറച്ചധികം ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് പെരക്കി വെക്കും. ഇതും അതുപോലെ തന്നെ മുളകും മഞ്ഞളും ഉപ്പും പെരക്കി വെച്ച് പിന്നെ കുറച്ച് നമ്മൾ പൊരിക്കുന്നതിൽ കുരുമുളക് പൊടിയിടും. അത് നല്ലൊരു ടേസ്റ്റാണ് പൊരിക്കുന്നതിന് കുരുമുളക് പൊടിയിട്ട് പൊരിച്ചാൽ. ഞാൻ എപ്പോൾ അങ്ങനെ തന്നെയാണ് പൊരിക്കൽ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതിന്. അപ്പോൾ അതും പൊരിച്ച് പെരക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് കുറേ ചക്കക്കൊരു വറവാക്കി തിന്നണം എന്നൊരു പൂതി വന്നിട്ട്. അപ്പോൾ കുറേയെല്ലാം മുളച്ച് പോയിന്. അപ്പോൾ അത് ആക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, അതെല്ലാവർക്കും അറിയുന്നതല്ലേ. തേങ്ങയും മുളകും മഞ്ഞളും ഉപ്പും എല്ലാം ഇട്ട് പിന്നെ കുറച്ച് ഉള്ളിയും കൂടി ഇട്ടിന്. എന്നിട്ട് ഇങ്ങനെ ഈ പരുവത്തിൽ വേണം ചക്കക്കുരു വറുത്ത് ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ളത് തിന്നാൻ രസമില്ല. ഇത് നല്ല ആ ഉള്ളിയും തേങ്ങയും എല്ലാം അങ്ങനെ ഇതായിട്ട് പെരങ്ങ ഉണ്ടാവണം. അപ്പോൾ മീൻ മുളകിട്ടത് പൊരിച്ചത് നമ്മളെ ചക്കക്കുരു വരട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് ചോറ് തിന്നുന്നതാണ്. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, ദേബുട്ടിക്കും അമ്പാടിക്കുമല്ലോ ഇഷ്ടമാണ്, ശ്രീയാണിന് ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് മൂന്നാക്കും കൂടിയുള്ള സ്പെഷ്യലാണ് ആ ചക്കക്കുരു. അപ്പോൾ നമ്മൾ ചോറ് തിന്നട്ടെ. ഉച്ചയായി, ചോറ് തിന്നുന്ന തിരക്കിലാന്ന്. ഉച്ചയ്ക്ക് ശേഷം മഴ നിന്നിട്ടൊന്നുമില്ല കേട്ടോ, നല്ല തകർത്ത് പെയ്തോണ്ടിരിക്കലാന്ന്. അപ്പോൾ ഇതാ കാണുന്നില്ലേ നല്ല വെള്ളം. ഞാനവിടെ വെള്ളം നമ്മളിങ്ങനെ പുറത്ത് നിന്ന് സ്റ്റെപ്പിലേക്ക് തെറിക്കുന്നതുകൊണ്ട് അവിടെ ഒരു പാത്രം വെച്ച് തന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഗ്യാസ് തീർന്നത് ഓർമ്മയില്ലാണ്ട് കടല കുതിർത്തുപോയി. വൈകുന്നേരം പിള്ളേർക്ക് വരുമ്പോൾ എന്തെങ്കിലും ആക്കാറോ ചായക്കെന്ന് വിചാരിച്ചിട്ടാക്കിയതാ, പക്ഷെ ഗ്യാസ് തീർന്ന് മറന്നുപോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? 3 ദിവസമായി ബുക്ക് ചെയ്തിട്ട് ഇവരെ വന്നിട്ടുമില്ല. എന്നാ പിന്നെ അതാ ഗോഡൌണിൽ പോയിട്ട് എടുക്കാൻ പറഞ്ഞാൽ അതൊക്കെ ചെയ്യുകയോ ഇല്ല. ടിവിയും കണ്ടിട്ട് ഇങ്ങനെ 24 മണിക്കൂർ ഇരുന്നാൽ മതി. ഗോഡൌണിൽ പോയിട്ട് ഗ്യാസ് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ. പിള്ളേർ വരാനായി, ഇതാ 4 മണിയായി. ഞാൻ വൈകുന്നേരത്തെ ചായക്ക് കടിയാക്കാൻ കടലേ കുതിർത്തുപോയി, ഓർമ്മിക്കാണ് മറന്നുപോയി. അവിടെ പോയിട്ട് എടുക്കുന്നതെന്നാ അവര് വിളിച്ചില്ലേ, നമ്മൾ ബുക്ക് ചെയ്തില്ലേ? ഇന്നലെ ഞായറാഴ്ച 3 ദിവസമായില്ലേ ബുക്ക് ചെയ്തിട്ട്? ഇന്നലെ ഞായറാഴ്ചല്ലേ, ഇന്ന് വരും. ഇന്ന് രാവിലെ പോയിട്ട് എടുത്തുകൂടേനാ? ഇപ്പം തൽക്കാലം അടുപ്പ് എത്തിച്ചെന്നും ഉണ്ടാക്കി. അടുപ്പിൽ കടല എത്ര നേരം വെക്കണോ? കടലയാ? വൈകുന്നേരം കടലയാക്കാനും കുഴക്കട്ടെ ഉണ്ട് രാവിലത്തെ. പിന്നെ കടലയാക്കുവാണെങ്കിൽ കടലയും കുഴക്കട്ടയും ആക്കാലോ എന്ന് വിചാരിച്ചു. ഇതിനോട് ഗ്യാസ് വേണ്ടേ? ഗ്യാസ് മറന്നുപോയിന്ന്. കടല മുതിർത്ത് കഴിഞ്ഞ് ഇപ്പൊ ഓർമ്മ വന്നത്. കടല മുതിർക്കുമ്പോ ഓർമ്മയില്ലേ? നിങ്ങൾ മക്കൾ വേണ്ടെന്ന് നാട്ടി കൊടുക്കാ. അവരില്ലേ? എപ്പ നോക്കിയത് അവരൊന്നും നല്ലതാരല്ലേ, അവരെന്താ മോശ?
ആക്കാവല്ലോ 1.5 ലോഡ് വിറകുണ്ട് ഇവിടെ കണ്ടേക്ക് തട്ടി വെച്ചിട്ട് ഈ വിറകും വെച്ചിട്ടാണ് ഒന്നും കത്തിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേടിക്കാണ് ഗ്യാസ് ഇങ്ങ് കൊണ്ടുവരുമെന്ന് പറഞ്ഞാണ് ഇത്രയും വിറക് ഇങ്ങനെ അട്ടി വെച്ചിട്ടാണ് കത്തിക്കാൻ അടുപ്പ് വിറക് ഇറക്കിന്ന് വെച്ചാല് വിറക് വേറെ ഗ്യാസ് വേറെ വിറകടുപ്പ് ആവശ്യം ചോറ് കറി അതെല്ലാം വെക്കാൻ വിറകടുപ്പ് ആവശ്യമാണ് പക്ഷെ രാവിലെ പിള്ളേർ പോകുമ്പോഴേക്ക് ചായ കടിയല്ലാതെ ഗ്യാസ് തന്നെ വേണം അതുപോലെ ഒരു ചായ വെക്കണം ചായ വെക്കാൻ അത്യാവശ്യം ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാം അതുകൊണ്ട് ഇൻഡക്ഷൻ കുക്കറിന്റെ ചായ വെക്കാൻ അത് പറയുന്നുണ്ട് 1-2 ദിവസത്തെ കാര്യമുള്ളൂ പക്ഷേങ്കില് പിള്ളേർ സ്കൂളിൽ പോകുന്നൊന്നുമില്ല പിള്ളേർക്ക് ലീവ് അങ്ങനെ കുഴപ്പമില്ല അടുപ്പ് മതി പക്ഷെ പിള്ളേർ സ്കൂളിൽ പോകുമ്പോ അടുപ്പ് ഗ്യാസ് ഇല്ലാണ്ടാവില്ല കാരണം കുളിക്കേണ്ട വെള്ളം ഒന്നൊരടുപ്പില് ആ അടുപ്പിലാകുമ്പോ അടുപ്പത്ത് ഒരു കുട്ടാക്കി കിട്ടിയാ പോരെ ഗ്യാസ് ഇന്ന് കിട്ടും കിട്ടിയാ പോരെ ഗ്യാസ് ഇന്ന് ഞാൻ അവിടെ തന്നിരിക്കും കിട്ടിയാ മതി ആ ചായ വെച്ചിട്ടുണ്ടെങ്കിൽ ചായ കുടിച്ചോണ്ട് സിനിമ കണ്ടുപിടിക്കണം ചായ വെക്കേ സിനിമ ചായ കുടിച്ചോണ്ട് സിനിമ നല്ല രസമുണ്ട് കൽപ്പിക്കത് മെല്ലെ പറയാം സാവധാനം പറയാം നീ പോയി ഒരു ചായ വെക്കും നമുക്കൊന്ന് ചൊല്ലി കുടിക്കാലോ അങ്ങനെ പറയാം ഇനി ചായ വെക്കാതെ നമുക്ക് ചായ കുടിച്ചോണ്ട് സിനിമ ചായ വെക്കാൻ മറ്റേ കുക്കറില്ലേ ചായ വെക്കാൻ ഗ്യാസ് എന്തിനാ കുക്കറിലെ എനിക്ക് ഗ്യാസ് ഇന്ന് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ചെല്ലുമോളെ നല്ല മോളെ ചായ കുടിക്കാൻ പോയി ചായ എടുത്തിട്ട് വേണം അഹങ്കാരം ഇപ്പൊ ആ സമാധാനായ ഇനി രാവിലെ എണീക്കുമ്പോ സമാധാനത്തോടെ ഉറക്കളിയാ അല്ലെങ്കിൽ ഈശ്വര അടുപ്പ് കത്തിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് എണീക്കല്